ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാർ ചെയ്യുന്നത് വീടുകളിലൊക്കെ നമുക്ക് എളുപ്പം തയ്യാർ ചെയ്യാൻ പറ്റുന്ന ഒരു തക്കാളി ചമ്മന്തിയാണ്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇതിൻ്റെ റെസിപ്പി എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇവിടെ മീഡിയം വലുപ്പത്തിലുള്ള 2 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്, 3 സവാള, 2 പച്ചമുളക്, ചോപ്പ് ചെയ്തെടുത്ത കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, അല്പം മല്ലിയില, കടുക്, പിന്നെ മുളക് പൊടി, ഉപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ തയ്യാറാക്കാൻ എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അടുത്ത നമുക്ക് സവാള കട്ട് ചെയ്യാം. തക്കാളിയും സവാളയും നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, അര ടീസ്പൂൺ ഉപ്പ്, നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമ്മളിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. അല്പം കറിവേപ്പിലയും, ഇതിലേക്ക് നമുക്ക് തക്കാളി ഉള്ളി അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. അല്പം കറിവേപ്പിലയോട് ചേർത്ത് കൊടുക്കാം. അടുത്തായി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയോട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തക്കാളി ചമ്മന്തി റെഡി ആയിരിക്കുകയാണ്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം.
അങ്ങനെ നമ്മുടെ തക്കാളി ചമ്മന്തി നിങ്ങളെല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഇഡ്ഡലി, ദോശ, വട, ചോറ് എന്നിവയുടെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല രുചിയുള്ള ചമ്മന്തിയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്